അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഇന്ത്യയോടുള്ള അരിശം തീരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ G7 രാജ്യങ്ങളുടെ ഒരു പരിപാടിയിലാണ് ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ ഈ G7 രാജ്യങ്ങൾ 100% തീരുവ ചുമത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുൻപറിയാം യൂറോപ്യൻ യൂണിയനോടും ഇത്തരം ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിൽ ഇന്ത്യയോട് പല രാജ്യങ്ങൾക്കും മികച്ച സൗഹൃദമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഈ രാജ്യങ്ങൾ പരിഗണിക്കുന്നില്ല. പക്ഷെ തുടർച്ചയായി തന്നെ ഈ ട്രംപ് ഇത്തരം പരാമർശങ്ങൾ പല രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു. സ്വന്തം രാജ്യത്ത് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ 50%-ലധികം തീരുവ ചുമത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇന്ത്യ ഈ റഷ്യയുമായി ബന്ധപ്പെട്ട എണ്ണ വാങ്ങുന്ന നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. അദ്ദേഹം പറയുന്നത് തനിക്ക് ആഗ്രഹമുണ്ട്, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെ തടയിടാൻ വേണ്ടിയാണ്, അങ്ങനെ ആ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് 50% ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയതെന്നും നിങ്ങളും എനിക്കും എന്നെ മാതൃകയാക്കി കൂടുതൽ 100% തീരുവ ചുമത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇത്തരം പരാമർശങ്ങൾ നടക്കുമ്പോഴും മറ്റൊരു വാർത്തകൾ പുറത്തു വരുന്നല്ലോ, ഈ ട്രംപിനെയും അതോടൊപ്പം തന്നെ ഈ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ രാജ്യങ്ങളും നേതാക്കളും അത് ഒരു ഭാഗത്തും, അതോടൊപ്പം തന്നെ ഇന്ത്യ അനുകൂലിക്കുന്ന രാജ്യങ്ങളും നേതാക്കളും മറ്റൊരു ഭാഗത്തുമായി അമേരിക്കയിൽ നാം കാണുകയാണ് അത്തരം കാഴ്ചകൾ. പല വിദേശകാര്യ വിദഗ്ധരും അതോടൊപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധരും അമേരിക്കയിൽ നിന്നുള്ളവർ പറയുകയാണ് ഇന്ത്യയെ പിണക്കരുത്, ഇന്ത്യ വലിയ സാമ്പത്തിക രാജ്യമാണെന്ന് പറയുമ്പോഴാണ് ട്രംപിന്റെ ഇത്തരം നയങ്ങൾ. ഈ രണ്ടാം ട്രംപ് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഇനി സൗദി അറേബ്യ സന്ദർശിച്ചത് കൊണ്ടാണോ ഇത്തരം നീക്കങ്ങളെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം US അംബാസഡർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യക്ക് അനുകൂലമായാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നു ഇന്ത്യയിലെ ജനസംഖ്യയും അതോടൊപ്പം തന്നെ അവിടുത്തെ വിപണിയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി സൗഹൃദം അമേരിക്ക ആഗ്രഹിക്കുന്നു എന്ന രീതിയിലേക്കുള്ള ഇന്ത്യൻ അനുകൂല പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുകയാണ്, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം റഷ്യയിൽ നിന്നും ഈ ക്രൂഡ് ഓയിൽ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഇന്ത്യയിൽ നിന്നും വാങ്ങൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അവസാന ഘട്ടത്തിൽ. എന്തായാലും ആ രാജ്യ താല്പര്യം മുൻനിർത്തിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ പ്രശ്നം എന്തായാലും അടിയന്തരമായ ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാം. പക്ഷേ ഈ ട്രംപിന്റെ ഈഗോ ഉണ്ടല്ലോ, അതാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും വിദേശകാര്യ വിദഗ്ധരും പറയുന്നത് പോലെ ട്രംപിന് ഒരു സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം നേടണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വലിയ സംഘർഷം നടക്കുന്നു. സംഘർഷത്തിന് പിന്നാലെ ട്രംപ് ആവശ്യപ്പെട്ടത് തന്നെ നോമിനേറ്റ് ചെയ്യണമെന്നാണ്. ഈ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിക്കാനായി നോമിനേറ്റ് ചെയ്യാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യ അതിന് തയ്യാറല്ല, പാകിസ്ഥാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ട്രംപിന് അനുകൂലമായി ഒരു ട്രംപിന്റെ അടിമയായി നിൽക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇന്ത്യ. പക്ഷെ ഇന്ത്യക്ക് അതിന് കഴിയില്ല, പാകിസ്ഥാൻ അത് കഴിയും. അതൊരു ഭീകരവാദ ഒരു ഫാക്ടറി ആണല്ലോ. ആ ഭീകരവാദ ഫാക്ടറിക്ക് ആവശ്യം പണം മാത്രമാണ്. പണവും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ അവർക്ക് ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു അനുകൂല സാഹചര്യവും ആ രാജ്യത്ത് നിൽക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് അവർ ആരെ കാല് പിടിക്കാനും തയ്യാറാണ്. പക്ഷെ ഇന്ത്യക്ക് അങ്ങനെയല്ല. ഇന്ത്യ വികസിക്കുന്ന ഒരു രാജ്യമാണ്. അത് ഇവിടെ US അംബാസഡർ തന്നെ തുറന്നു പറയണം, ഇന്ത്യ വികസിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യവുമായി അമേരിക്ക വലിയ രീതിയിൽ സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നാം പ്രധാനപ്പെട്ട ഏത് കമ്പനികൾ എടുത്തു നോക്കിയാലും അവിടുത്തെ പ്രവർത്തിക്കുന്നതെല്ലാം അമേരിക്കയിലാണ്. അങ്ങനെ അമേരിക്കയിൽ നിർമ്മിക്കുന്ന സാധനങ്ങൾക്ക് വലിയ രീതിയിൽ കമ്പോളം ആവശ്യമാണല്ലോ, അല്ലാതെ അവിടെ നിർമ്മാണം മാത്രം പോലല്ലോ, ഈ കച്ചവടം വേണമല്ലോ. അപ്പോൾ ഇന്ത്യ എന്ന വലിയ മാർക്കറ്റിലെ ലക്ഷ്യമിട്ട് ആണ് അമേരിക്കയും ചൈനയും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും നീങ്ങുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അമേരിക്കയുടെ വെല്ലുവിളി ഇന്ത്യക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. ആ ധൈര്യം തന്നെയാണ്. ഇന്ത്യ എന്ന വലിയ മാർക്കറ്റ് ഇന്ത്യക്ക് സ്വയം ബോധ്യമുണ്ട്. ഇന്ത്യക്ക് അങ്ങനെ നിലവിലെ സാഹചര്യത്തിൽ ലോകത്ത് ഒരു രാജ്യത്തിനും കൂടുതൽ എതിർക്കാൻ കഴിയില്ല. കാരണം ആ ജനസംഖ്യാപരമായും വലിയ കമ്പോളപരമായും ഇന്ത്യക്ക് വലിയ ഉണർവുണ്ട്. അത് ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വീണ്ടും വീണ്ടും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുകയും കൂടുതൽ വാങ്ങുകയാണ്. അതിനിടയിൽ തന്നെ അത് ഈ ക്രൂഡ് ഓയിലിന്റെ വിലയും കുറച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ വിലയും കുറച്ച പശ്ചാത്തലത്തിലാണ് കൂടുതൽ വാങ്ങുന്നത്. പക്ഷെ ഇതെന്തായാലും ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഈ ട്രംപ് ഇന്ത്യ സന്ദർശിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചർച്ചയിലായിരിക്കും ഇതിനൊരു പരിഹാരം കാണാനുള്ള സാധ്യതയുള്ളത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പല
സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് അത് സാമ്പത്തികമായി വലിയ രീതിയിൽ കടക്കെണിയിലേക്കാണ് ആ രാജ്യം പോകുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ തീരുവ പ്രശ്നമെന്നാണ് അമേരിക്ക സൂചിപ്പിക്കുന്നത്. പക്ഷേ സാമ്പത്തിക വിദഗ്ധർ അത്തരം കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. ആ രാജ്യത്തിന് സാമ്പത്തികമായ പ്രശ്നമുണ്ട്, അതുകൊണ്ട് തീരുവയിലൂടെയാണ് ലക്ഷ്യമെന്ന്. പക്ഷെ ട്രംപ് പറയുന്നതോ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ നീക്കം എന്നാണ് പറയുന്നത്. ഇതിനെ എന്തായാലും ചൈനയും ഇതിലേക്ക് പിടിച്ച് വലിച്ചിഴക്കുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളും വിചാരിച്ചാൽ അമേരിക്കയ്ക്ക് പുതിയ സാഹചര്യം എന്തായാലും അമേരിക്ക ഉൾക്കൊള്ളുന്നില്ല. സാഹചര്യം മാറിയിട്ടുണ്ട്, പുതിയ ശക്തികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ചൈനയും അതോടൊപ്പം തന്നെ ഇന്ത്യയെല്ലാം വലിയ രീതിയിൽ സാമ്പത്തികമായി ലോകത്ത് വളർന്നത് അംഗീകരിക്കാൻ അമേരിക്കയ്ക്കും അതിൻ്റെ നേതാക്കൾക്കും ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇനി ആ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സത്യം മറച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ. അത് അംഗീകരിച്ച് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും ട്രംപിന്റെ ഇത്തരം നീക്കങ്ങളെല്ലാം ഇനി ഭാവിയിൽ പരാജയപ്പെടും. ആ ഭാവിയിൽ ആദ്യത്തെ സർക്കാരിന്റെ കാലത്ത് ട്രംപിന്റെ നിലപാടുകൾക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചിരുന്നത്. ലഭിച്ചിരുന്നെങ്കിൽ ആ രണ്ടാം സർക്കാർ വന്നപ്പോൾ ഇത്തരം നിലപാടുകൾ മാറ്റുന്ന ഒരു കോമാളിയായി മാത്രം അദ്ദേഹം മാറുകയാണ്. അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അമേരിക്ക എന്ന ലോക പോലീസ് ഒരു കോമാളി രാജ്യമായി മാറുകയാണ്. അതിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ അദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറാകണം. ചൈനയുമായി ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇസ്രയേലുമായി ബന്ധപ്പെട്ടും ബ്രിട്ടനുമായി ബന്ധപ്പെട്ടും ഫ്രാൻസുമായി ബന്ധപ്പെട്ട എല്ലാ സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടും ഈ സൗഹൃദത്തിലെല്ലാം വിള്ളൽ വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ഇദ്ദേഹം സ്വന്തം ബിസിനസ് ആണ് ഇദ്ദേഹം ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് തന്നെ ചില വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. പാകിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ ഇനി നിർമ്മിക്കാൻ പോകുന്നതും അവിടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ട്രംപിന്റെ മകനാണ്. അപ്പോൾ ഈ ട്രംപിന്റെ കുടുംബത്തിന് പാകിസ്ഥാനിൽ നിന്നും വലിയ രീതിയിൽ പണം ലഭിക്കും. ഈ പാകിസ്ഥാന് പണം ലഭിക്കാൻ ഇവിടെ ലോക ബാങ്ക് ഉണ്ടല്ലോ. ഇന്ത്യ പലതവണ ആവശ്യപ്പെട്ടതാണ് ഈ പണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും, നിങ്ങൾ കൊടുക്കരുതെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടപ്പോൾ അതിന് ലോക ബാങ്ക് തയ്യാറായിട്ടില്ല. ലോക ബാങ്ക് എല്ലാ കാലത്തും അമേരിക്കയുടെ ഏറാമൂളികളാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ ഈ വലിയ ലോക ബാങ്കിൽ നിന്നും മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെയും തങ്ങളുടെ നാട്ടിലേക്ക് വന്ന ആ ഫണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ട്രംപിന് നൽകുകയാണ്. പ്രത്യേകിച്ച് ചില വിദേശകാര്യ വിദഗ്ധർ പറയുന്നത് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന അവിടുത്തെ പാകിസ്ഥാനിലെ എയർ ബേസുകൾ ഉൾപ്പെടെ ഇത്തരം അമേരിക്കൻ കമ്പനികളാണ് നിർമ്മിക്കാനുള്ള തയ്യാറെടുക്കുന്നതെന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ട്രംപിന്റെ ഇത്തരം നീക്കങ്ങൾ നിങ്ങൾ പണം ഉണ്ടാക്കിക്കോളൂ, പക്ഷെ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിയുള്ള നീക്കങ്ങൾ വേണ്ട എന്ന ഉറച്ച നിലപാടാണ് കണ്ടത്. എല്ലാ കാലത്തും ഇന്ത്യ ഒരു പക്ഷം പിടിക്കാതെയും നിന്നിരുന്നു. റഷ്യയും ഉക്രൈനും തമ്മിൽ ഉണ്ടാകുമ്പോൾ രണ്ട് രാജ്യങ്ങളുമായി സൗഹൃദമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ശത്രുക്കളില്ല. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. ഇന്ത്യ ഒരു രാജ്യത്തെയും പക്ഷം പിടിക്കുന്നില്ല. റഷ്യയുമായി സൗഹൃദമുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയുമായി, കാനഡയായി ഇന്ത്യയെ എതിർക്കുന്ന രാജ്യങ്ങൾ, ഇപ്പോൾ തുർക്കിയുമായി പോലും ഇന്ത്യ സൗഹൃദം സ്ഥാപിക്കുന്നുണ്ടല്ലോ. അങ്ങനെ എല്ലാ രാജ്യങ്ങളുമായി ഇന്ത്യ സൗഹൃദം സ്ഥാപിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അമേരിക്ക ഇന്ത്യയെ വിരട്ടാൻ ഇറങ്ങിയതോടുകൂടി തന്നെ ഇന്ത്യ പക്ഷം പിടിച്ചിരിക്കുകയാണ്. നാം കണ്ടതാണല്ലോ, റഷ്യയിൽ ചൈനയും അതോടൊപ്പം തന്നെ റഷ്യയുമായും ഇന്ത്യ സൗഹൃദം സ്ഥാപിക്കുന്നു. ആ നേതാക്കളോട് പരസ്പരം ഇന്ത്യയുടെ സൗഹൃദ പ്രകടനം കണ്ടതാണോ? ഇന്ത്യ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, അമേരിക്ക ഞങ്ങളെ വെല്ലുവിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി, ചൈന, റഷ്യ, ഇന്ത്യ ഒറ്റക്കെട്ടായി നിങ്ങളെ എതിർക്കുമെന്ന ഒരു സന്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ് അമേരിക്കയുടെ നയങ്ങൾ ഇനി മുന്നോട്ട് പോകില്ല. തീരുവ ചുമത്തുകയാണെങ്കിൽ അത് തടയാൻ ഇന്ത്യക്കറിയാം. അതിൻ്റെ സാമ്പത്തിക കരുത്ത് നിലവിൽ ഇന്ത്യക്കുണ്ട്. ഇന്ത്യ വളരുന്ന സാമ്പത്തിക ശക്തിയാണ്. അത് ഇന്ത്യ സ്വയം തങ്ങളുടെ കരുത്ത് തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.